ശ്രീ ജോൺ ബ്രിട്ടാസ്, CPM ഒരു ആശയവ്യക്തത കാര്യത്തിൽ ഉണ്ട് എന്ന് ഉറപ്പുണ്ടോ ശ്രീ ജോൺ ബ്രിട്ടാസിന്? CPM അയോധ്യയെ സംബന്ധിച്ച് വ്യക്തവും സ്പഷ്ടവുമായിട്ടൊരു നിലപാടുണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ സുപ്രീം കോടതി വിധി എന്താണ്? സുപ്രീം കോടതി വിധി പറഞ്ഞിരിക്കുന്നത് അവിടെ പള്ളി പൊളിച്ചത് ക്രൂരമായിട്ടുള്ള ഒരു കുറ്റം തന്നെയാണ്, ക്രിമിനൽ കുറ്റമാണെന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. സുപ്രീം കോടതി വിധിയോടുള്ള വിയോജിപ്പ് എന്താണ്? ഈ കുറ്റകൃത്യം ചെയ്തവർക്ക് ആ ഭൂമി കൈമാറി എന്നുള്ളതാണ് ഞങ്ങളുടെ വിയോജിപ്പ്. മൊത്തം നോക്കിക്കഴിഞ്ഞാൽ 1951 ജവഹർലാൽ നെഹ്റു ആദ്യത്തെ രാഷ്ട്രപതി രാജേന്ദ്ര പ്രസാദിന് അയച്ച കത്തിൻ്റെ ഉള്ളടക്കമാണ് ഞങ്ങളുടെയും തീരുമാനത്തിൻ്റെ ഉള്ളടക്കം. അതായത് ഒരു മതനിരപേക്ഷ രാഷ്ട്രത്തിൽ ഭരണാധികാരികൾ ഒരു മതപരമായ ചടങ്ങിൽ പങ്കെടുക്കുകയും അതിൻ്റെ പതാകവാഹകരാകുകയും ചെയ്യരുത്. യഥാർത്ഥത്തിൽ നരേന്ദ്രമോദി എന്താണ്? മുഖ്യ പുരോഹിതനാണ്. അയോധ്യ ക്ഷേത്രത്തിന് തറക്കല്ലിട്ടതാരാണ്? ഈ അയോധ്യയുമായി ബന്ധപ്പെട്ടത് ഒരു രാഷ്ട്രീയ വിഷയമാണ് എന്ന രീതിയിലേക്ക് മാറ്റിയതാരാണ്? BJP അല്ലേ? അപ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി തന്നെ ഒരു മതപരമായിട്ടുള്ള ആചാരപരമായിട്ടുള്ള പരിപാടിയിൽ മുഴുകിക്കൊണ്ട് BJPയുടെ തെരഞ്ഞെടുപ്പ് കാഹളം മുഴക്കുമ്പോൾ അതിനോട് വിയോജിപ്പ് പ്രകടിപ്പിക്കേണ്ടത് മതനിരപേക്ഷതയിൽ വിശ്വസിക്കുന്ന ഒരു പാർട്ടി എന്ന നിലയിൽ CPM ഉത്തരവാദിത്തമാണ്. എല്ലാ കാലത്തും അയോധ്യ സംബന്ധിച്ച് സ്പഷ്ടമായിട്ടൊരു നിലപാട് CPM ആ നിലപാടാണ് ഉയർത്തിപ്പിടിക്കുന്നത്. എനിക്കൊരൊറ്റ ഫ്രീ ആയിട്ടൊരു ഉപദേശം കോൺഗ്രസിന് കൊടുക്കാറുള്ളത്, 1951 ജവഹർലാൽ നെഹ്റു രാജേന്ദ്ര പ്രസാദിന് അയച്ചിട്ടുള്ള കത്തുകളുണ്ട്. 2-3 കത്തുകളുണ്ട്. അത് സോമനാഥ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടതാണ്. ഒരു മതനിരപേക്ഷ രാഷ്ട്രത്തിലെ ഭരണാധികാരികൾ എന്ത് ചെയ്യണമെന്നതിനെക്കുറിച്ചോ അതൊന്ന് കോൺഗ്രസ്സുകാരെ ഇരുത്തി വായിക്കുന്നത് നന്നായിരിക്കും.